ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വാലൻറ്റൈൻസ് ഡേയുടെ അന്ന് ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണിയാണ്. അപ്പം ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ചിക്കൻ ബിരിയാണി വാലൻറ്റൈൻസ് ഡേയുടെ അന്ന് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ ആരും ചിക്കൻ കൂട്ടാറില്ല. ഞാനും ചേട്ടനും മക്കളും ചിക്കൻ കൂട്ടാറില്ലാത്തതുകൊണ്ട് ഒരു ഫുൾ ചിക്കനല്ല മേടിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു ഫുൾ ചിക്കൻ മേടിച്ചിട്ട് കഴിച്ചില്ലെങ്കിൽ അത് വേസ്റ്റായി പോകത്തില്ല. അത് കാരണം വീടിനടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തത് മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് കറി വെച്ചിട്ടാണ് ഞാൻ ഈ ചിക്കൻ ബിരിയാണിക്കകത്തിൽ ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ട് സവാളയൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ കാഷ്യൂനട്ടും കിസ്മിസുമാണ് വറുത്തെടുത്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഓയിലും കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്തു. അതിനകത്തിലേക്ക് കിസ്മിസും കാഷ്യൂനട്ടും എല്ലാം വറുത്തെടുത്തു. സവാള വറുത്തെടുത്തു. സവാള ബിരിയാണിയിലേക്ക് വറുത്തെടുക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വറുത്തെടുക്കാൻ കഴിയും. അപ്പം വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിനകത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തു. ഉപ്പ് ഒഴിച്ചു കൊടുത്തു. അതിനകത്തിലേക്ക് നമുക്ക് ഗ്രാമ്പൂ, ഏലക്ക, കറുകപ്പട്ട, മറ്റേ സ്റ്റാർ എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് വേവിക്കാൻ വെക്കാം. വേവിക്കാൻ വെക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ചിക്കന് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തിലേക്ക് കടുകിട്ട് മൂപ്പിച്ചതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് വഴറ്റിയെടുത്തു. അതിനകത്തിലേക്ക് കുറച്ച് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി പേസ്റ്റാക്കി അതും വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതെല്ലാം കൂടെ ഇട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വഴറ്റിയെടുത്ത് കഴിഞ്ഞ് അതിനകത്തിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു ഗ്രേവി ഒന്ന് തിക്കാക്കി എടുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് ദമ്മിടാനുള്ള പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനകത്തിലേക്ക് ആദ്യം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടാണ് ചിക്കൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തു. അതിൻ്റെ മേളിൽ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്, കിസ്മിസ്, സവാള എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില ഇട്ട് കൊടുത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിനകത്തിലേക്ക് പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് കൊടുത്ത്. പിന്നെ പൈനാപ്പിൾ എസൻസാണ് നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റും ഒക്കെ പകർന്നു നൽകുന്നത്. പിന്നെ അതിനകത്തിലേക്ക് ഒഴിച്ച് കൊടുത്തു. അത് ദമ്മിട്ടു. ഒരു 3-4 മണിക്കൂർ ഇരുന്നതിന് ശേഷമാണ് ഞാനത് പൊട്ടിച്ചെടുത്തു. ചേട്ടനൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പർ ബിരിയാണി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയൊക്കെ ചേട്ടനും ഇഷ്ടപ്പെട്ടു. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരെ.